ഹലോ, അതെ, ഇന്നത്തെ കുക്കിങ്ങിൽ എൻ്റെ ചെറിയ മകളാണ് കേട്ടോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്. അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇന്ന് ഞാനല്ല, അവളുടെ കുക്കിങ്ങാണ്. ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് തരണം, കമൻറ്റ് തരണം കേട്ടോ എല്ലാവരും. ഞങ്ങളിന്ന് ആദ്യമായിട്ട് ചിക്കൻ മന്തി ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ വലിയ പീസസ് നമ്മൾ ചിക്കൻ കറിക്ക് വാങ്ങുന്നതിനെക്കാട്ടും വലിയ പീസസ് വാങ്ങിച്ചിട്ടുണ്ട് കടയിൽ പറഞ്ഞിട്ട്. ഇതിലൊരു 3 പീസ് എടുത്തുള്ളൂ, ബാക്കി കറിക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം 1 ഇടാം അല്ലെങ്കിൽ 1.5 ഇടാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. 1.5 ക്യാപ്സിക്കം, ഒരു ഡ്രൈഡ് ലെമൺ കടയിൽ വാങ്ങിച്ചതാണ്. പിന്നെ ചിക്കൻ മാഗി ക്യൂബ്സ്, ഇതിൽ തന്നെ 2 പാക്ക് ഉണ്ട്. ഇതിൽ 2 കട്ടയാണ് ഇട്ടത്. പിന്നെ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്തു, അത് വേണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. പിന്നെ സ്പൈസസ് ആയിട്ട് ആഡ് ചെയ്തത് കുരുമുളക്, പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, ഇത്രയും ഇട്ടു. ഇതിൽ കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മല്ലി അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, വോളായിട്ട് മല്ലി ആഡ് ചെയ്യാം. ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ടത്, അത് കടിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, മല്ലിയില, ഇത് അരച്ചിടാം. ഒരു തക്കാളിയും കൂടി അരച്ചിടുക, തക്കാളി തനിയെ അരച്ചിടുക, ഇഞ്ചി വെളുത്തുള്ളി കൂടെ അരക്കേണ്ട. ഇത്രയും സാധനങ്ങളാണ് ഇട്ടത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടാണ് ഇപ്പോൾ കുഴച്ച് വെച്ചിരിക്കുന്നത്. ഇത് 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കുക. നിങ്ങൾ രാത്രി സെറ്റ് ചെയ്യാൻ വെച്ചാൽ രാവിലേക്ക് നന്നായിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾ രാവിലെയാണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മന്തി പ്രിപ്പറേഷൻ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ നോർമലി എല്ലാവരും ഇടണ പോലെയുള്ള സാധനങ്ങൾ തന്നെ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ അപ്പളേ മസാല പുരട്ടി വെച്ച മന്തി ചിക്കൻ ഇല്ലേ, അതിനെ അങ്ങനെ അടുപ്പത്ത് വയ്ക്കുക. ഒന്നും ചെയ്തിട്ടില്ല, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. എന്നിട്ടൊരു അപ്പുറം മറിച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിക്കുക. ഫുള്ള് വേവണമെന്നില്ല, വേവിച്ചിട്ടുണ്ട്. ഇത് അപ്പുറം ഇട്ട് മറിച്ചിടണം. വെള്ളം ചിക്കനിൽ ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ, നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി നമ്മൾ ഇവിടുത്തെ കുട്ടിക്ക് വറുത്ത ചിക്കനാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചെങ്കിൽ ഇതൊന്ന് 2 പീസ് ചിക്കൻ മാറ്റും. പിന്നെ ഒരു ചിക്കൻ അതിൽ തന്നെ, ചിലവർ ഇങ്ങനെയും കഴിക്കും, ഇതിൽ റൈസ് ഇട്ടിട്ട് അങ്ങനെയും കഴിക്കും, ചിലവർ ഫ്രൈഡ് ആക്കിയിട്ട് കഴിക്കും. അപ്പോൾ ഞാൻ 2 ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റുന്നുണ്ട്. ഒരു ചിക്കൻ ഇതിൽ തന്നെ വെക്കുന്നുണ്ട്. ഇത് ഗോൾഡൻ സ്റ്റെല്ല റൈസാണ്. സാധാരണ ബിരിയാണി അരിയല്ലല്ലോ, നമ്മൾ മന്തി റൈസ് ഗോൾഡൻ സ്റ്റെല്ല റൈസാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതൊരു അരമണിക്കൂർ, അതായത് ചിക്കൻ മസാലയൊക്കെ പുരട്ടുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അരമണിക്കൂർ കുതിർത്തി ഈ റൈസ് നമ്മൾ ആ മസാലയിലോട്ട് ഇടാൻ പോവാണേ. റൈസ് ഇടാം. റൈസ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക, മസാലയിൽ തിരിക്കണ പോലെ ഇളക്കുക. ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. രണ്ട് ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് വെള്ളം കേട്ടോ. പിന്നെ കറക്റ്റായിരിക്കും 3.5 ഗ്ലാസ് വെള്ളം. അത് കുറവെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഞങ്ങൾക്ക് കറക്റ്റ് ആവാറുണ്ട്. ശരിക്കും ഇതിൻ്റെ അളവ് പറയുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ അരി ഇട്ടിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ കൈയിൻ്റെ അര വരലേ വരാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ വെള്ളമാണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയും ചെയ്തു. ഇനി ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ അടച്ച് വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വേവണം. നിങ്ങൾക്കറിയാം മന്തി റൈസ് ഒരുപാട് വേവാൻ പാടില്ല, അതുകൊണ്ടാണ് ഫ്ലെയിം ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. ഇനി അടച്ച് വയ്ക്കുക കേട്ടോ. നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ വേറെ പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഇതിലോട്ട് വയ്ക്കാം. ഈ പാതി വേവായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളമുണ്ട്. അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ വെക്കാൻ പോകുന്നത് ഞാൻ. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി ലോ ഫ്ലെയിമിൽ ഇതൊരു 10 മിനിറ്റ് വേണമെന്നില്ല, 8 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിതെടുത്ത് മാറ്റാം. എന്നിട്ട് ചിക്കൻ ഇതിൻ്റെ മേലെ, വറുത്ത ചിക്കനും വറുക്കാത്ത ചിക്കനും ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് ദമ്മിടാം കേട്ടോ. നമ്മൾ റൈസ് വെന്തു. ആ 10 മിനിറ്റ്, 8 മിനിറ്റ് വെച്ചു. ഇനി ബാക്കി ദമ്മിൽ വന്നോളും. ഇതിൽ ഒരാൾക്ക് വറുത്ത ചിക്കൻ വേണം പറഞ്ഞുകൊണ്ട് നമ്മൾ അപ്പോഴേ മാറ്റി വെച്ചില്ലേ ഈ ചിക്കൻ, അതിന് ജസ്റ്റ് ഒരു ബട്ടറോ അല്ലെങ്കിൽ എണ്ണ, സാധാരണ എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ അല്ല അത് അവിടെ ചെയ്യുന്നുണ്ട്. നോർമൽ ഷാലോ ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ഇത്തിരി ഒഴിച്ചിട്ട് അപ്പുറം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് വെച്ചു. പിന്നെ ഒരാൾക്ക് വറക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേ നമ്മൾ മാറ്റി വെച്ച ചിക്കന് അങ്ങനെ വെക്കുക കേട്ടോ. ഈ ഒരു ഗ്രേവി അതിൻ്റെ മേലെ തന്നെ നമുക്ക് ഒഴിച്ചു വിടാം. ക്യാപ്സിക്കം ഒക്കെ അടുത്ത ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് ഞാൻ എടുത്തിട്ടാണ്. ഇനി സ്പെഷ്യലായിട്ട് കാണുന്ന പോലെ പച്ചമുളക് ഒന്നിങ്ങനെ ഒരു 3 എണ്ണം കുത്തി വയ്ക്കാം. ഓക്കെ, ഇനി നമ്മളിത് അടയ്ക്കണു. ഞാൻ സ്മോക്കൊന്നും വെക്കണില്ല, ഇവിടെ സ്മോക്ക് വെക്കാനുള്ള അതൊന്നും ഇല്ല. അതുകൊണ്ട് ഇങ്ങനെ അടയ്ക്കുക. മേലെ ഒരു വെയിറ്റ് വെച്ചാൽ ഒരു 5 മിനിറ്റ്
കല്ല് വെച്ചിട്ടുണ്ട് നമ്മൾ. തവയുടെ മേലെയാണ് നമ്മുടെ പാൻ ഇപ്പോൾ വെച്ചിരിക്കുന്നതാണ്. ദം ഞങ്ങൾ വെക്കുന്ന ദം ഇങ്ങനെയാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് താങ്ക് യു. വിട്ടോ വിധു വിട്ടേ വിട്ടേ. എനിക്ക് വേണോ അല്പം പീസ് മതിയോ വേണോ വേണോ? എനിക്ക് ഇതാണ് ഇഷ്ടം. എന്താ ഇഷ്ടം വേണം എനിക്ക്? ആ നന്നായിണ്ടോ? വിജു ആദ്യമായിട്ട് നന്നായിട്ട് മതി. കടൽ ടേസ്റ്റ് ഉണ്ടോടാ? അവിയൽ മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും ചുരക്കയും കൂടി തേങ്ങ അരച്ച അവിയൽ. ഇപ്പോൾ എരിവുള്ള അവിയലാണ്, പുളിയുള്ള അവിയലല്ല.